ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മുടെ ഭാസ്കരൻ സുധീഷിനോട് നിധിയുടെ റൂമിൽ പോയി കിടക്കാൻ പറയുന്നുണ്ട്. നീ അവളുടെ ഭർത്താവല്ലടാ, നീ എന്തിനാ പുറത്ത് പോയി കിടക്കണേ, നീ അവളുടെ കൂടെ പോയി കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സുധീഷിനെ നിധിയുടെ റൂമിലേക്ക് ആക്കുന്നുണ്ട്. നിധിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വന്നിട്ട് കരയുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. പിന്നെ ഭാസ്കരനെ സുഭാഷ് പുറത്താക്കിയ ശേഷം നമ്മുടെ സുധീഷിനെ പിന്നെ നിധിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹോളിൽ തന്നെ കടത്തുന്നുണ്ട്. ആ സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഹരീഷിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഹരീഷ് പിറ്റേ ദിവസം നമ്മുടെ സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഏട്ടാ നിങ്ങൾ അച്ഛൻ അവരെ ഒരു റൂമിലേക്ക് ആക്കിയതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ പുറത്തേക്ക് സുധീഷ് ഏട്ടനെ കൊണ്ടുവന്നത്? നിങ്ങളുടെ കല്യാണം കഴിയണ വരെ സുധീഷ് ഏട്ടൻ പുറത്ത് കടക്കണം എന്ന് പറയുന്നത് ശരിയുള്ള കാര്യമാണോ? നിങ്ങളുടെ കല്യാണം കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിന് അസൂയയാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടനെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ നികേഷ് ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ അവിടെ കള്ളത്തരന് ഒപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നീ ആരുടെ പ്രൊഫൈലാണ് നോക്കിക്കൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ കോളേജിലുള്ള കുട്ടിയെ ഏട്ടത്തി ആ കോളേജിലുള്ള ആരെയും ആ കുട്ടി നോക്കില്ല, പക്ഷേ എന്നോട് മാത്രം ആ കുട്ടി ചിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഏട്ടത്തി എൻ്റെ ഒപ്പം പോരും, ഞാൻ ആ കുട്ടിയെ കാണിച്ചു തരാം കോളേജിലേക്ക് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധിനെയും കൂട്ടിയിട്ടാണ് നമ്മുടെ നികേഷ് കോളേജിലേക്ക് പോയിട്ട് ആ കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.